നിന്നുള്ള സമര മുന്നേറ്റം കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. പക്ഷെ ഒരിടത്തും വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വൈ? എനിക്ക് തോന്നുന്നു ഈ ഒരു വേദിയിൽ ഇതിന്റെ ഉത്തരത്തിന്റെ വലിയ ആവശ്യമില്ല. കാരണം സ്വതന്ത്ര ലോകത്തിന് സ്ത്രീകളുടെ പ്രാതിനിധ്യം നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ദ കർഫ്യൂ പോലെയുള്ള സമരത്തിന്റെ അല്ലെങ്കിൽ മുന്നേറ്റത്തിന്റെ ആവശ്യകത നമുക്ക് കൂടുതൽ പറയേണ്ടിയും ആവശ്യമില്ല. എങ്കിലും ഇതിന്റെ തുടക്കം തൊട്ട് ഞങ്ങളുടെ കോളേജിൽ ധ്വനി എന്നൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ ഞങ്ങളുടെ കോളേജിന് നടത്താറുണ്ട് എല്ലാ വർഷവും. അതിന്റെ ഭാഗമായി 2015 ധ്വനിക്ക് ഞങ്ങൾ 3 തീമാണ് ഉണ്ടായിരുന്നത്: ഫ്രീഡം, ഹാപ്പിനെസ്, എത്തിക്സ്. അതിൽ എത്തിക്സ് പാർട്ടിന്റെ ചർച്ചകൾ നടക്കുകയായിരുന്നു. അപ്പൊ എത്തിക്സ് പാർട്ടിൽ തന്നെ ഞങ്ങൾ 3 ഇഷ്യൂസ് ആണ് അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യത്തേത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇഷ്യൂസ്. അതിന് ഞങ്ങൾ ട്രാൻസ് സ്പീക്ക് എന്നൊരു പരിപാടി നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ട്രൈബ്സിന്റെയും നോർത്ത് ഈസ്റ്റ് ജനങ്ങളുടെയും ഇഷ്യൂസ്. അത് നമ്മുടെ വെങ്കടേഷ് രാമകൃഷ്ണനാണ് വന്ന് അവരെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചത്. മൂന്നാമത്തെ ടോപ്പിക് ഞങ്ങൾ എടുത്തത് ജെൻഡർ ഇനീക്വാലിറ്റി ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് തുറന്ന ചർച്ചകളായിരുന്നു. ഞങ്ങൾ കുറച്ചുപേരെ അതിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ക്യാമ്പസിന്റെ അവസ്ഥകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. 75 വർഷമായ ഒരു ക്യാമ്പസാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ്. ആദ്യത്തെ വനിതാ എഞ്ചിനീയർമാരെ സൃഷ്ടിച്ച ക്യാമ്പസാണ്. ഒരുപാട് പേരെ നിങ്ങൾ CET-യിലെ അലുമിനി ആയിട്ട് ബാബു പോള്, ഒരുപാട് ഇപ്പം മാധവൻ നായർ, അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ലേഡീസ്, അതായത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വളരെ പ്രശസ്തരായ ഒരുപാട് വനിതാ എഞ്ചിനീയർമാർ ഒന്നും ഇല്ല. മാത്രമല്ല, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ 70% പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുമ്പോഴും എത്ര പേരാണ് ആ ജോലിയിലും അതായത് ഇപ്പൊ ടെക്നിക്കൽ വേൾഡിലാണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ തുടരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്തരം ചർച്ചകൾ വന്നപ്പോ ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് എന്തുകൊണ്ട് ഇത്ര നല്ല എഞ്ചിനീയർമാരുണ്ടാകുന്നില്ല, വനിതാ എഞ്ചിനീയർമാരുണ്ടാകുന്നില്ല എന്ന ചർച്ചകൾ ഉണ്ടാവുകയും അപ്പൊ ഒരുപാട് കാരണങ്ങൾ അതിൽ വരികയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തിയത്. അത് ഞങ്ങൾ അലുമിനീസുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും കൂടെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഞങ്ങളുടെ ഹോസ്റ്റൽ സമയം. ഞങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലുണ്ട്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വ്യക്തമായ സമയമില്ലെന്നാണ് അവർ കരുതിയത്. ഒരുപാട് ഞങ്ങൾ തപ്പിപ്പിടിച്ചതിന് ശേഷമാണ് ഒരു ഡോക്യുമെന്റ് കിട്ടിയത് അവർക്ക് 10 മണി എന്നുള്ളൊരു സമയം ഉണ്ടെന്ന്. അത് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. എങ്കിലും ഞങ്ങൾക്ക് 6:30 എന്നുള്ളൊരു സമയമാണ് കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിനുള്ളത്. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ അലുമിനിസിനകത്ത് ഇതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര്, ഞങ്ങൾക്ക് അവിടെ ഉള്ളവർക്ക് ഓൾറെഡി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഞങ്ങൾ പലപ്പോഴും ലേറ്റായി വന്നിട്ട്, സുരക്ഷിതത്വത്തിന്റെ പേരിലാണ് 6:30 അകത്ത് കയറാൻ പറയുന്നത്. പക്ഷെ ലേറ്റായിട്ട് വന്നിട്ട് അകത്ത് കയറ്റാതെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് ഒരുപാട് വട്ടം. ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ, അതായത് ആർക്കീസ് ഒക്കെ ആണെങ്കിൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രിന്റ് എടുക്കേണ്ടി വരും. അപ്പൊ പ്രിന്റ് എടുത്ത് പെട്ടെന്ന് 6:30 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമായിരിക്കും, ഒരു പ്ലാൻ വരയ്ക്കുകയായിരിക്കും, അതിൽ തിരുത്തലുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ 6:30 എന്ന് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് പെർമിഷനൊക്കെ വാങ്ങാനതിന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് അവരും ഒരുപാട് പേര് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ തന്നെ കിടന്നുറങ്ങാറുണ്ട്. അതൊരു സ്ഥിരം സംഭവമാണ് അവിടെ. ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ ഈ അലുമിനി, അതായത് ടെക്നിക്കൽ വേൾഡിൽ ഓൾറെഡി എത്തിയവര് പറഞ്ഞത്, ആദ്യത്തെ ജോലിയിൽ കയറി ആദ്യത്തെ ഒരു 2 മാസം, 2 അതിലധികമോ മാസങ്ങൾ വനിതകളെല്ലാം, അവിടെ എത്തിയ സ്ത്രീകളെല്ലാം ഒന്ന് ബാഡ് എംപ്ലോയീസ് ആയിരിക്കും. അതായത് ഞങ്ങൾക്ക് നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയിലും ഒരിക്കലും 6:30 കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിനുള്ളിലൊന്നും ഒരു വർക്കും തീരാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പുറത്തു പോയ കുട്ടികൾ, മറ്റുള്ള കോളേജുകളിലുണ്ട്, ഇപ്പൊ ഞങ്ങളുടെ കോളേജിലെ കുട്ടികളോടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. 6:30 കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വർക്കിലൊട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഒരു വെപ്രാളവും. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഒരു വർഷം എടുക്കുന്നത് അവർ ഈ ഒരു വർക്കിലേക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പോഴാണ് ഞങ്ങൾ എത്തരം പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നുള്ള ബോധം വരുന്നത്. മാത്രമല്ല, പേഴ്സണലായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. അത് ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ട് വന്നിട്ട് എന്നെ എക്സ്പെൽ ചെയ്യും, ഹോസ്റ്റലിൽ നിന്ന് എക്സ്പെൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അതും ഞാൻ പോയതിന്റെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെയും വ്യക്തമായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും. അങ്ങനെയാണ് ഞങ്ങൾ ബ്രേക്ക് ദ കർഫ്യൂ എന്നുള്ള ഒരു സമരത്തിന്റെ ഒരു മുന്നേറ്റത്തിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് വന്ന വേറൊരു അഭിപ്രായങ്ങളായിരുന്നു, ഒരു സമരം നടത്തുമ്പോൾ, അതായത് സ്ത്രീകളുടെ തന്നെ നേതൃത്വത്തിൽ സ്ത്രീകൾ തന്നെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കണം നമ്മുടെ സമരം. മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സമരം തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 2-3
പേരെ ഒന്നുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അത് തീരാനുള്ള ഒരു സന്ദർഭം ഉണ്ടായേനെ. കാരണം ഈ ഒരു 1-2 പേരായിരിക്കും ലീഡേഴ്സ് ആയിട്ട് മുദ്രവെക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ പണിഷ് ചെയ്യും, ആ സമരം അതോടുകൂടെ തീരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്നേനെ. അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെയൊക്കെയായിരുന്നു: ആദ്യം ക്യാമ്പസിലെ ക്യാമ്പയിൻ, അത് കഴിഞ്ഞ് ഒരു പബ്ലിക് ഡിസ്കഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുക ക്യാമ്പസിൽ, അത് കഴിഞ്ഞാണ് ഒരു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിലേക്ക് ഈ മൂവ്മെന്റ് വ്യാപിപ്പിക്കുക. ഹോസ്റ്റൽ സമയം എന്നുള്ള പേരിലാണെങ്കിലും, ഹോസ്റ്റൽ സമയമാണ് ഇതിന്റെ പേരെങ്കിലും അതിന് പുറത്ത് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നത്. അതായത് സ്ത്രീകളുടെ തന്നെ അവരുടെ തന്നെ പല മനസ്സിനകത്തുള്ള പല കേർഫ്യൂകളും പല ബന്ധനങ്ങളും ബ്രേക്ക് ചെയ്യാൻ ഈ മൂവ്മെന്റിന് സാധിക്കുമെന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മൂവ്മെന്റ് അക്രോസ് കേരള എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്നത്. ക്യാമ്പയിൻ സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇത്രയും പേരുടെ ഒരു മീഡിയയില് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. മീഡിയ പ്രവർത്തകരുടെ ഇടയിൽ, ആക്ടിവിസ്റ്റിന്റെ ഇടയിൽ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ, കോളേജില്, പാരന്റ്സ്, പബ്ലിക്, ഇങ്ങനെയായിരുന്നു ക്യാമ്പയിൻ സ്ട്രാറ്റജി. ഈ ഗ്രൂപ്പുകളിലെല്ലാം ക്യാമ്പയിൻ ചെയ്യുക. അതിൽ ആദ്യം തന്നെ ഞങ്ങൾ ആക്ടിവിസ്റ്റുകളുടെ ഇടയിലേക്കാണ് പോയത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ടുകളുടെയും കൂടെ ആവശ്യമുണ്ട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ. അപ്പൊ അത്തരം അവരുമായിട്ടുള്ള ഡിസ്കഷൻസിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. ഒരുപാട് ആക്ടിവിസ്റ്റുകളുമായി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയത് ഇവരൊക്കെ കടന്നുപോയ രീതികളാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ കടന്നുപോയ പഴയ രീതികൾ, അതായത് എല്ലാവരും യാത്ര ചെയ്യുന്ന രീതികൾ തന്നെ ഞങ്ങളുടെ കേസിൽ എടുക്കണോ എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ ആക്ടിവിസ്റ്റുകളും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നല്ലത് മാത്രം ഉൾക്കൊള്ളുകയും, നല്ലതെന്നല്ല ഞങ്ങളുടെ ക്യാമ്പസിന് പറ്റിയത് മാത്രം ഉൾക്കൊള്ളുകയും ബാക്കിയുള്ളത് തള്ളുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്നിട്ട് ക്യാമ്പയിൻ തുടങ്ങി. അത് മീഡിയ പ്രവർത്തകരുടെ ഇടയിലും അതുപോലെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ മീഡിയ പ്രവർത്തകരുടെ ഇടയിലും സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ കോളേജിലേക്ക് എത്തുന്നത്. ഹോസ്റ്റലില് ഞങ്ങൾ ഒരു 2 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഗേൾസ് ആയിട്ട്. ഞങ്ങള് അവിടെ പോയി നിന്ന് ആദ്യം തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തെ സംസാരത്തിൽ തന്നെ ഞങ്ങളിങ്ങനെ, നമുക്ക് ഇത്ര സമയം മതിയോ, നമുക്ക് കുറച്ചും കൂടെ സമയം നീട്ടി വേണ്ടേ, നമുക്കൊരു 9 മണിയെങ്കിലും ചോദിക്കണ്ടേ. 9 മണിയെന്ന് വെക്കാൻ കാരണം ഞങ്ങളുടെ കോളേജിൽ പാർട്ട് ടൈം ക്ലാസ്സുകൾ 9 മണി വരെയാണ്. അതായത് 9 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു കോളേജിലാണ് ഞങ്ങൾ 6:30 കയറാൻ പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസും ലൈബ്രറിയും ഒക്കെ ആ സമയത്ത് 9 മണി വരെ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഈ 9 മണി വരെ സമയം എടുത്തത്. അങ്ങനെ പറഞ്ഞു, ഒരു ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് വന്നത്. ബാക്കി എല്ലാവരും ഞങ്ങളെ ഭയങ്കരമായി വിമർശിക്കുകയും 9 മണി എന്തായി പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ 9 മണിന് പുറത്ത് നിൽക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കഷൻസ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങോട്ട് വാഗ്വാദങ്ങൾ ഉണ്ടായി. അപ്പോൾ ചില ഗ്രൂപ്പ്, അതായത് ഒരു മെജോറിറ്റി ഗ്രൂപ്പ് ഈ ഡിസ്കഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ ഡിസ്കഷൻ തന്നെ വന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരു കൺസ്ട്രക്ഷന്റെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ഡിസ്കഷൻസിലൊന്നും അധികം ഇടപെടാതെ പോയവരെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തീർച്ചയായും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അടുത്ത രീതികളിലേക്ക് ഞങ്ങൾ പോകുന്നത്. കൺസ്ട്രക്ടിങ് എക്സ്പീരിയൻസ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞങ്ങൾ സൈക്കിൾ റാലി നടത്തിയിട്ട് മനഃപൂർവ്വം സമയം വൈകിച്ചു. അതായത് രാത്രി സമയം ഇവരെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അന്ന് 54 പേരാണ് സൈക്കിൾ ചവിട്ടിയത്. അതിന് രാത്രി അവര് സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ചെറുതായി മഴയും പെയ്തിരുന്നു. അത്രയും എഫക്റ്റീവായ ഒരു ക്യാമ്പയിൻ ആ 54 പേർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. കാരണം രാത്രി സമയത്ത് ഇങ്ങനെ ഒരു ചാറ്റൽ മഴയിൽ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭൂതിയും, അവർക്ക് ആ രാത്രി സമയത്തിന്റെ ഭീകരത മാറുക മാത്രമല്ല ആ സൗന്ദര്യം ഭയങ്കരമായിട്ട് അങ്ങ് ആസ്വദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 54 പേരും ഞങ്ങളുടെ വേറെ ഒരു തരത്തിലുള്ള എഫേർട്ടും പിന്നെ ആവശ്യമേ വന്നില്ല. പിന്നെ വീണ്ടും സൈക്കിൾ റാലി കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ഫോറങ്ങൾ നടത്തി, സ്ട്രീറ്റ് പ്ലേസ് നടത്തി, കൾച്ചറലായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നടത്തി. മെസ് ഹാളില് ഞങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തവരെ ഓരോ റൂമിലും നിങ്ങൾ ഡിസ്കഷൻ ആക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് കുട്ടികളുടെ ഇടയിൽ ക്യാമ്പയിനുകൾ മുന്നോട്ട് പോയത്. പിന്നെ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുത്ത ചില ടീച്ചർമാരോട് നേരിട്ട് സംസാരിച്ചു. ചിലരോട് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വങ്ങളോടും നേരിട്ട് സംസാരിച്ചു. മിക്കവരും ചിലര് ഭയങ്കരമായിട്ട് എതിർത്തു, ചിലര് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു. പക്ഷെ മറ്റു ചില ടീച്ചർമാര് ഞങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സിന്റെ ഇടയിലും മെയിലുകൾ അയക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതും വളരെ എഫക്റ്റീവായ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അത് കഴിഞ്ഞാണ് അഡ്മിനിസ്ട്രേഷൻ അല്ല, അതൊരു ക്യാമ്പയിൻ ആയിരുന്നു. അത് ഞങ്ങൾ കംപ്ലൈന്റുകൾ അയക്കുകയും നിരന്തരം സംസാരിക്കുകയും
അതും ഒരേ ഗ്രൂപ്പുകളല്ല ഒരിക്കലും അഡ്മിനിസ്ട്രേഷനോട് സംസാരിച്ചത്. പല പെൺകുട്ടികളാണ് എപ്പോഴും അഡ്മിനിസ്ട്രേഷനോട് പോയി സംസാരിച്ചത്. അതും ആൾക്കാരെ പിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു. പിന്നെ പാരന്റ്സിന്റെ ഇടയിൽ ഈ കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ പാരന്റ്സിനോട് എങ്ങനെ നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അതായത് ഞങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ്, ഞങ്ങൾക്ക് നല്ല എഞ്ചിനീയർ ആവണം, നല്ല വിദ്യാർത്ഥി ആവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ ഒരു പാരന്റ്സും ഇതിനെ എതിർക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ശരിയായിരുന്നു അതിന്. കാരണം കുട്ടികളോട് ഭയങ്കരമായ സ്നേഹം എല്ലാ പാരന്റ്സിനും ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഞങ്ങൾ ഒരുപാട് എഴുത്തുകൾ അയച്ചു പാരന്റ്സിന്റെ ഇടയിൽ. അതും കുറച്ചുകൂടെ ഒരു നല്ല എഫക്ട് വന്നു എന്നാണ് ഞങ്ങൾക്ക് പിന്നീട് തോന്നിയത്. പിന്നെ അതുപോലെ PTA മീറ്റിംഗിലെ നല്ല ഡിസ്കഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതും ഒരു അജണ്ടയായിരുന്നു. ബാക്കിയുള്ള ഇത്തരം അക്കാഡമീഷ്യൻസ് എടുത്ത് പൊളിറ്റീഷ്യൻസ്, ജേർണലിസ്റ്റ്, അങ്ങനെ അതുപോലെ സെലിബ്രിറ്റീസ്, ഇവരൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചത്. ഞങ്ങള് പല ഈ ഫേസ്ബുക്കിലാണ് കൂടുതൽ ഈ സെലിബ്രിറ്റീസിനെ ഞങ്ങൾ കൂടുതൽ സഹായിച്ചത്. കാരണം ഇവര് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോഴും അതിന് ആ ഒരു എഫക്റ്റിൽ ഒരുപാട് പേര് ഇത് ഈ മൂവ്മെന്റിലേക്ക് വരികയുണ്ടായി, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ സംസാരിക്കുമ്പോൾ ആ ഒരു പാർട്ടിയിലെ ആൾക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പേജ് ഞങ്ങൾ അതിന്റെ പ്രാധാന്യം, ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നതിന് ശരിക്കും ഈ പ്രൊട്ടസ്റ്റിന് 1 മാസം മുമ്പ് തന്നെ ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിനകത്ത് തന്നെ പേരും ലോഗോയും എല്ലാം പെൺകുട്ടികളുടെ മാത്രം സൃഷ്ടിയായിരുന്നു. പെൺകുട്ടികൾ തന്നെ വർക്ക് ചെയ്താണ്, ആലോചിച്ചിട്ടാണ് ആ ലോഗോയും ഒക്കെ ഉണ്ടാക്കിയത്. കവർ ഫോട്ടോയും എല്ലാവരാണ് ചെയ്തത്. അതില് ഫേസ്ബുക്ക് പേജിൽ ആദ്യം ഞങ്ങൾ ചെയ്തത് സ്റ്റോറീസ്, അതായത് ഈ 6 കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ സ്റ്റോറീസ് ആണ് ആദ്യം ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് അപ്രോച്ച് ചെയ്യും. അതിൽ മീഡിയയിൽ, പത്രമാധ്യമങ്ങളിലെല്ലാം ആർട്ടിക്കിളും ന്യൂസും ഒക്കെ വരികയും ചെയ്തു. പിന്നെയാണ് അതായത് ഇപ്പൊ BRP ഭാസ്കർ സെക്കൻഡ് റെനൈസൻസ് ആണെന്ന് പറഞ്ഞു, ശശി തരൂരും ഇതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു വന്നു. അങ്ങനെ എല്ലാ പാർട്ടികളിൽ നിന്നും, അതുപോലെ റിമാക്ക് അല്ലെങ്കിൽ ആഷിക പോലുള്ള സെലിബ്രിറ്റീസും കൂടെ വന്നു. അങ്ങനെ ഒരുപാട് പേര് ഇത്തരത്തില് ഫേസ്ബുക്കിൽ സ്റ്റേറ്റ്മെന്റ് ഇടുന്ന വഴി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിനും കൂടുതൽ ചർച്ചയാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് പേര് പ്രാതിനിധ്യം ഉറപ്പാക്കി ചർച്ചകളിലും കമന്റുകളായിട്ടും വന്നു. ചിലത് ഞങ്ങളുടെ മുകളിലൊരു രക്ഷാകർതൃത്വം എടുക്കാനുള്ള രീതിയിലൊക്കെ ആയിരുന്നു, എങ്കിലും അതും പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. പിന്നെ ഞങ്ങള് ഇപ്പൊ എത്തി നിൽക്കുന്നത് ബ്രേക്ക് ദ കർഫ്യൂ അന്ന് ഞങ്ങൾ 260 പേരാണ് ആ ദിവസം മാർച്ചിൽ ഒരു ദിവസം ഈ ക്യാമ്പയിനുകൾക്ക് ശേഷം 260 പേര് അന്ന് ക്യാമ്പസ് ഒക്യുപ്പൈ ചെയ്തു. അന്നാണ് ഈ പെൺകുട്ടികളുടെ ധൈര്യം മുഴുവൻ ഞങ്ങൾ പുറത്തെടുക്കുന്നത്. അതായത് ഈ 260 പേര് ഒരു ഹോസ്റ്റലിൽ ഏകദേശം 80% പേരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷേ 400 പേരിൽ 260 പേര് മാത്രം ഇറങ്ങിയുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ പേടിയായിരുന്നു. മീഡിയയിൽ വരിക, പാരന്റ്സിന് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ബാക്കി കുറച്ച് പേര് ഇറങ്ങാതിരുന്നത്. എന്നിരുന്നാലും 260 പേര് അന്ന് ഇറങ്ങി. മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു ലീഡർ ഇതിനില്ല. അതായത് ഒരാൾ അധികാരം ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അത് അടിച്ചേൽക്കുകയും ചെയ്യുന്ന രീതി ഈ സമരത്തിനില്ല. അതുകൊണ്ട് തന്നെ കൂട്ടായ തീരുമാനങ്ങളായിരുന്നു. അപ്പൊ അന്ന് 9 മണി വരെ മാത്രം ക്യാമ്പസ് ഒക്യുപ്പൈ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഞങ്ങൾ 9 മണി വരെ ആയിട്ടും ആരും വന്നില്ല, മീഡിയക്കാർ മാത്രം വന്നു. അപ്പോ എല്ലാവരും കൂട്ടായി പറയാണ്, കോളേജിന്റെ ഏതെങ്കിലും ഒരു അധികാരി വരാതെ ഞങ്ങൾ കയറുന്നില്ല. അത് ഞങ്ങള് പ്രതീക്ഷിക്കാത്തൊരു ഔട്ട്പുട്ട് കൂടിയായിരുന്നു അത്. കാരണം എല്ലാവരിലും ഇത്രയ്ക്ക് ധൈര്യവും ആ കൂട്ടായ്മയുടെ ഒരു കരുത്തും വരുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ആ ഒരു 12:30യോടുകൂടിയാണ് എന്തെങ്കിലും ഒരു റെസ്പോൺസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പൊ ഞങ്ങൾ തിരിച്ചു കയറുകയും അത് കഴിഞ്ഞും ഹോസ്റ്റലില് ഞങ്ങളുടെ പേരുകൾ എഴുതിയേക്കണമെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും കൂട്ടമായിട്ട് പേരെഴുതില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതിനെ ചെറുത്ത് നിൽക്കുകയും അത് കയറുകയും ചെയ്തു. ഇത് കഴിഞ്ഞും പിന്നീടും പിന്നെ പത്രമാധ്യമങ്ങളിൽ അധികം വന്നില്ലെങ്കിലും ഈ വർഷവും കണ്ടിന്യൂ ചെയ്തിരുന്നു സമരം. അത് കഴിഞ്ഞ് ഇപ്പൊ എത്തി നിൽക്കുന്നത്, ഇപ്പൊ അവസാനമായിട്ട് ബ്രേക്ക് ദ കർഫ്യൂവിന്റെ ക്യാമ്പയിൻ സമാഗത റിപ്പോർട്ടിന്റെ ആയിരുന്നു. സമാഗത റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ, കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിച്ച ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റി രൂപം കൊടുത്ത ഒരു റിപ്പോർട്ടാണ് സമാഗത റിപ്പോർട്ട്. അതിൽ ബ്രേക്ക് ദ കർഫ്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അജിറ്റേഷൻസ് ഉണ്ടായപ്പോഴാണ് ഇത് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവാൻ കാരണമെന്നും അതില് കേരളത്തിലെ ക്യാമ്പസുകളിലെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെക്കമെൻഡേഷൻസും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ക്യാമ്പയിൻ ആയിരുന്നു സമാഗത റിപ്പോർട്ടിന്റെ ക്യാമ്പയിൻ. അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി ICG 2015ലും ബ്രേക്ക് ദ കർഫ്യൂ ആക്ടിവിസ്റ്റുകൾ പോവുകയുണ്ടായി. അതിലെ എല്ലാ ഡിസ്കഷൻസിനും ബ്രേക്ക് ദ കർഫ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റുകൾ ഞങ്ങൾ ഉണ്ടാക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു.
അവിടെ വെച്ചാണ് മുനീർ സാറിനെ കാണുകയും ഈ സമാഗത റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് ഉറപ്പും കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പം ബ്രേക്ക് ദ കർഫ്യൂ നിൽക്കുന്നത്. ഇനി ഫ്യൂച്ചർ, ഞങ്ങള് ഇപ്പൊ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ, അതായത് ഞങ്ങളിപ്പം ആ ബാച്ച്, അതായത് ആ സമരം ഉണ്ടായിരുന്നപ്പോ നടത്തിയിരുന്ന ബാച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി പാസ് ഔട്ടായി. ആ ബാച്ചിനെ, അതായത് അലുമിനീസിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ബാച്ചുകാരെയും ബാക്കിയുള്ളവരെയും, അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഒപ്പം നിർത്താനായിട്ട് ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കാന്നാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് എത്തിയിരിക്കുന്ന തീരുമാനം. ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത അത് മാത്രമല്ല ഗുണം, ഞങ്ങൾക്ക് ഈ ഒരു ക്യാമ്പയിന്റെ സമയത്ത് ഞങ്ങൾ ഒരുപാട് പേരെ, ഞാൻ പറഞ്ഞല്ലോ, മീഡിയ പ്രവർത്തകരെയും ആക്ടേഴ്സിലും കാണാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് യാത്ര, പാരന്റ്സിന്റെ അടുത്ത് ഒരുപാട് ഞങ്ങൾ ആരും അപ്പർ ക്ലാസ്സിലുള്ളവരല്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. യാത്രാ ചെലവുകൾക്ക് വേണ്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെയാണ് പൈസ മാറ്റി വെച്ചിരുന്നത്. അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും മുന്നോട്ട് പോകാതിരിക്കാൻ കാരണമായേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് സാമ്പത്തികമായി മാത്രമല്ല, ഈ കോളേജിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി ബ്രേക്ക് ദ കർഫ്യൂ എന്നുള്ള പേരിൽ ഒരിക്കലും, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ആക്ടിവിസ്റ്റുകൾക്ക് ഒരിക്കലും ക്യാമ്പസിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യവും ഞങ്ങൾക്ക് തോന്നി. കാരണം അതിന്റെ പേരില്ല, അങ്ങനെ ഒരു വിമൻ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ക്യാമ്പസുകളിൽ ക്യാമ്പയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ CET തന്നെയാണ് ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഞങ്ങളുടെ വ്യക്തമായ ഫോക്കസ്. കാരണം അവിടുത്തെ വിജയത്തിലൂടെയാണ് ഞങ്ങൾ ബാക്കി കോളേജുകളിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബ്രേക്ക് ദ കർഫ്യൂവിന്റെ സമയത്ത് തന്നെ NIT കാലിക്കറ്റില് അവിടുത്തെ സമയം 7 മണി എന്നുള്ളത് 9 മണിയാക്കി. അത് അവർക്ക് സമരം ചെയ്യേണ്ടി വന്നില്ല. ഈ ഒരു വാർത്തകൾ, ബ്രേക്ക് ദ കർഫ്യൂ സമരത്തിന്റെ വാർത്തകൾ കേട്ടപ്പോൾ തന്നെ അവിടുത്തെ അധികാരികൾ അങ്ങനെ ഓർഡർ ഇടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി വേറൊരു സമരം ഉണ്ടായത് MG യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഇതുപോലെ 10-15 PG സ്റ്റുഡൻസ് ആയിരുന്നു. അവര് സമരം ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെയും 24 മണിക്കൂറാക്കിയ സമയം മാറ്റി. പിന്നീട് ഡൽഹിയിലാണ് പിഞ്ചരാത്തോട് ബ്രേക്ക് ദ ഹോസ്റ്റൽ ലോക്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ. അവര് വ്യക്തമായിട്ട് അവര് ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത് ബ്രേക്ക് ദ കർഫ്യൂവിന്റെ NDTVയിലെ ന്യൂസിലൂടെയാണ്. അതുപോലെ ഇവര് പലയിടത്തും ആ ക്യാമ്പയിനിൽ ഞങ്ങൾക്കും കൂടെ അവര് റീച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും പിഞ്ചരാത്തോട് തുടങ്ങുന്നത് കോളേജ് പിഞ്ചരയിൽ ട്രിവാൻഡ്രത്തിലെ ബ്രേക്ക് ദ കർഫ്യൂ സമരത്തിന്റെ ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് പലർക്കും പറഞ്ഞത്. അവര് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പൂനെയിലും ഹൈദരാബാദിലും ഒക്കെ അവര് ക്യാമ്പയിൻ, പിഞ്ചരാത്തോട് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളെ ആ സമയത്ത് ചില ഫോട്ടോസ്. ഞങ്ങള് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത് പേജിലിടാനായിട്ട്. ഞങ്ങള് സ്റ്റേറ്റ്മെന്റ്സ് പോസ്റ്റേഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും തരാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം ചിലരുടെ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പേര് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിമർശനങ്ങളാണ്. അതുപോലെ നിങ്ങളെ സംശയങ്ങളും ചോദിക്കാൻ തീർച്ചയായും, പക്ഷെ വിമർശനങ്ങൾ ഞങ്ങൾ ഒരുപാട് വളർത്തുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചോദ്യങ്ങൾക്കും മറ്റു പരിപാടികൾ വ്യത്യസ്തമായി ചോദ്യങ്ങളായിരുന്നു മറ്റ് ഇതിൽ ആവശ്യപ്പെട്ടത്. അവതാരക തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് വിമർശനങ്ങളും സജഷൻസും പറയാവുന്നതാണ്. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഫീമെയിൽ ടീച്ചേഴ്സിന്റെയും മുഖ്യധാര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും നിലപാടെന്ന് പറയാം. ഫീമെയിൽ ടീച്ചേഴ്സില് 1, 2, 3 പേര് ഉണ്ടാവും മാക്സിമം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് വ്യക്തമായി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഒരു കാര്യം അതിലുണ്ടായിരുന്നത്, ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ലേഡി ആയിരുന്നു. മാം പറഞ്ഞത് 75 വർഷമായിട്ട് ഇത്രയും കാലം ആരും ചോദിച്ചില്ലല്ലോ ഈ മാറ്റത്തിന്, 75 വർഷമായ നിയമം ഇവിടെ തന്നെ ഉണ്ടായാൽ മതി എന്നാണ്. പിന്നെ പക്ഷെ പല മാറ്റങ്ങളും അവരുടെയൊക്കെ തീരുമാനങ്ങളിലും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടീച്ചേഴ്സിനിടയിലുള്ള ക്യാമ്പയിൻ വഴി. പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങള് ആദ്യത്തെ കുറച്ച് നാള് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു തരത്തിലുള്ള സ്റ്റാൻഡും ഞങ്ങളുടെ എടുത്തിട്ടില്ല. കാരണം പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു സമരം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക്
എനിക്കറിയാം എന്തുകൊണ്ടാണ് അത്രയ്ക്ക് സക്സസ് ആവാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് വിചാരിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങള് യൂണിയൻ SFI CET യൂണിറ്റിന്റെ ആയിരുന്നു യൂണിയൻ ഉണ്ടായിരുന്നത്. ആ യൂണിയൻ നടത്തിയ ധ്വനിയുടെ ഡിസ്കഷൻസിലാണ് തീർച്ചയായും ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് എല്ലാ SFI തീർച്ചയായും പബ്ലിക്കായിട്ട് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അതായത് KSU ആണ് ഞങ്ങളുടെ കോളേജിൽ വേറെ ഉള്ളത്, അവര് ഞങ്ങളെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവര് ഞങ്ങൾക്ക് വേണ്ടി പോസ്റ്ററുകൾ കോളേജിൽ ഉണ്ടായിരുന്നു. അതുപോലെ ചില സഹായങ്ങളൊക്കെ ഇടയിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ SFI ആണെങ്കിലും ഒരുപാട് SFI കുറച്ചും കൂടെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഞങ്ങൾ സമരം, അതായത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമരമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം പാട്രിയാർക്കി അവിടെയും വ്യക്തമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് അവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ചെറുപ്പം തൊട്ടേ ഓരോ ഡിസിഷൻ ഓരോരുത്തരും എടുക്കും. നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏകദേശം ജനാധിപത്യ രീതിയിൽ ജനകീയമായി നടത്തുകയാണ് പറയുന്നത്. സമകാലികമായി നടന്ന ഏതെങ്കിലും പ്രത്യേകിച്ച് ചുംബന സമരം പോലെയുള്ള സമരങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതൊന്നും ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഫാറൂഖ് കോളേജ് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ച് കണ്ടില്ല. സത്യത്തില് ഈ ഓർഗനൈസേഷൻ നിങ്ങൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫാറൂഖ് കോളേജ് പ്രശ്നമൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും ചുംബന സമരം പോലെയുള്ള സമരങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം തീർച്ചയായും ചുംബന സമരം പോലെയുള്ള സമരം തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഇത്തരത്തിലുള്ള ഏറ്റെടുക്കൽ, അതായത് മറ്റ് കോളേജുകളിൽ തീർച്ചയായും ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പം ഒരു 2 പ്രൊട്ടസ്റ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഞങ്ങള് മൂവ്മെന്റ് എല്ലാ ക്യാമ്പസുകളിലും പടർത്താം എന്നൊരു മിഥ്യാധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓരോ കോളേജിന്റെ അന്തരീക്ഷത്തിനനുസരിച്ച ക്യാമ്പയിനാണ് ഓരോ കോളേജുകൾക്കും ആവശ്യം. അപ്പൊ ഫറൂഖ് കോളേജിലാണെങ്കിൽ CET-യിലേതുപോലെയുള്ള ഒരു ക്യാമ്പയിൻ അവിടെ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് ആവില്ല അത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് തന്നെ ഓരോ കോളേജിലേക്ക് എത്തിപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു വർഷത്തെ ടൈമിലെ ഈ CET ഫോക്കസ് ചെയ്യുന്നെങ്കിലും മറ്റ് കോളേജുകളിൽ ചെറിയ തോതിൽ ക്യാമ്പയിനുകൾ ഇപ്പൊ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം ചില കോളേജ്, ഇപ്പൊ ഞങ്ങൾ CET എന്ന് പറയുമ്പം അത്രയ്ക്ക് ഈ 6ാം വിഷയത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും മറ്റുള്ള കാര്യത്തിൽ ഒരുപാട് സദാചാര പ്രശ്നങ്ങൾ ഭീകരമായിട്ടുള്ള ക്യാമ്പസ് അല്ല ഒരിക്കലും CET. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഞങ്ങൾക്ക് അതിലുണ്ടായിരുന്നു. പക്ഷെ മറ്റു കോളേജുകളിൽ എടുക്കുകയാണെങ്കിൽ ഭീകരമായ സദാചാര പ്രശ്നങ്ങൾ, അതായത് തിരുവനന്തപുരത്ത് തന്നെ ഒരു കോളേജില് പെൺകുട്ടികൾ ഷോള് ശരിയായി ധരിച്ചില്ലെങ്കിൽ ആൺകുട്ടികൾ ചൂരൽ വെച്ച് അടിക്കും എന്നുള്ള അവസ്ഥയുള്ള കോളേജുകളുണ്ട്. അത്തരം കോളേജുകളിൽ ഞങ്ങളെ കോളേജിലെ പോലെ സൈക്കിൾ റാലി നടത്താൻ പറ്റില്ല. ഞങ്ങളുടെ കോളേജിലെ പോലെയുള്ള ഡിസ്കഷൻസ് ആ രീതിയിലല്ല മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമയമെടുത്ത് തന്നെ ഓരോ ക്യാമ്പസുകളിലേക്കും എത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തീർച്ചയായും എല്ലാ ക്യാമ്പസുകളിലും ഇതുപോലെ ക്യാമ്പയിന്റെ ഓരോ തരിമ്പുകളിടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പല കോളേജുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുമുണ്ട്. ഓൾറെഡി ഒരു കർഫ്യൂ നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അപ്പം ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മറ്റെന്തൊക്കെ ടാർഗറ്റ്സ് ആണ്, മറ്റെന്തൊക്കെ കർഫ്യൂസ് ആണ് ഇനി ബ്രേക്ക് ചെയ്യാനുള്ളത്? ഞങ്ങളുടെ കോളേജിലെ കർഫ്യൂ ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും 6:30 അതും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ഫോക്കസ് കൊടുക്കാൻ കാരണം. ഞങ്ങൾ ഈ ഒരു ഓർഗനൈസേഷൻ ഉദ്ദേശിച്ച കാരണം ആദ്യം ഈ കർഫ്യൂ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ക്യാമ്പയിൻ ഈ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പൊളിറ്റീഷ്യൻസിനിടയിൽ പോളിസി ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള എല്ലാ PTA മീറ്റിങ്ങുകളിലും ഈ അജണ്ട വരുത്തുക എന്നൊരു ഉദ്ദേശം, അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനും മുന്നോട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊരു വ്യക്തമായ ഉദ്ദേശം ഫൈറ്റ് ഫോർ ബെറ്റർ ക്യാമ്പസസ് എന്നാണ്. ക്യാമ്പസുകളിലെ എല്ലാ രീതിയിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് ആക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ഉദ്ദേശം. നിങ്ങൾ ഈ സമരം നടത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കള് സ്ത്രീകൾ തന്നെയാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ മറുപടി പറഞ്ഞത് ഒന്ന്, അധ്യാപകർ 3 പേരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്, ഏത് ഫീമെയിൽ അധ്യാപകർ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ എതിർത്തു. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഇപ്പൊ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും എന്തുണ്ട്, അസമത്വമുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നുണ്ട്, ആരോടും വരണ്ട എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് പുരോഗമനപരമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് വനിതയാണെങ്കിൽ സെക്രട്ടറി പുരുഷനായാൽ മതി എന്ന് പറയാൻ ഒരു സമത്വം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് സ്ത്രീകൾ കയറി വരുന്നില്ല എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
ഈ പൊതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ കയറി വരാത്തതാണല്ലോ വലിയ പ്രശ്നം, അതായത് പെൺകുട്ടികൾ വരാത്തത്. അപ്പൊ ഏറ്റവും വലിയ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതൊരു തിരിച്ചറിവേ അല്ല, തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സ്ത്രീകളല്ല ഞങ്ങളുടെ ശത്രുക്കൾ. കാരണം ഒരു പെൺകുട്ടി ജനിച്ചപ്പോ തൊട്ട് ഒരു തരത്തിലും ഡിസിഷൻ എടുക്കാനും അവളോട് ആരും അതിന് സമ്മതിക്കാറില്ല. അപ്പൊ ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷനിൽ വന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല ഞങ്ങളെ ക്യാമ്പയിനിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്, ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര്, ഒരുപാട് ആക്ടിവിസ്റ്റുകളും ഒരുപാട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങളോട് വന്ന് പുറത്തിറങ്ങ്, നിങ്ങൾ പഠിപ്പോണക്ക് റോഡ് ഉപരോധിക്ക്, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചെയ്യാൻ പെൺകുട്ടികളെ അത്രയും ധൈര്യമുള്ളവരും കരുത്തകത്തുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാണ്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ക്യാമ്പയിനുകൾ വന്നത്. അവിടെ നമ്മൾ നടന്നത് ഇപ്പൊ ഒരു ക്യാമ്പയിൻ, ഞങ്ങൾ ആദ്യത്തെ ഒരു പെൺകുട്ടിയുടെ ചോദ്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം പോയപ്പം നിങ്ങൾ എങ്ങനെയാണ്, ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു തരത്തിലും ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും പുരോഗമനവാദിയൊന്നുമല്ല, ഞാൻ ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടി എങ്ങനെയാണ് ഇനി ജോലി ചെയ്യാൻ പോകും, ജോലി ചെയ്യുമ്പോൾ നമുക്ക് രാത്രി പോകണല്ലോ, എന്റെ ഭർത്താവ് എന്നെ സംരക്ഷിച്ചോളും എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതൊരിക്കലും അതുകൊണ്ട് ആ കുട്ടിയാണ് ഞങ്ങളുടെ ശത്രു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അവൾ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അവളിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട വ്യക്തമായ ഒരു പാട്രിയാർക്കൽ മനോഭാവവും ആ ഒരു വിജയത്വവും അങ്ങനെയൊക്കെയാണ് ചില തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയും മാത്രമാണ് അവളെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മുഴുവൻ, ആ ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ആ കുട്ടിയോട് സംസാരിച്ചിട്ടും ആ ഒരു രാത്രി കൊണ്ട് ആ കുട്ടിയെ ഒരു തരത്തിലും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതാരും തരേണ്ടതല്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും എന്തെങ്കിലും തരത്തിൽ മാറി ചിന്തിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ ഒരു രാത്രി മുഴുവൻ ആ കുട്ടിയോട് ഇന്ന് സംസാരിച്ചത്. അതിനുശേഷം അവർക്ക് ഉണ്ടായത് ഒറ്റ വാക്കാണ് ഞങ്ങൾക്ക് ആശ്വാസം. ശരിയാണ് ചേച്ചി, ശരിയാണ്, എനിക്ക് അതിനുള്ള കഴിവുണ്ടാകാൻ ചെയ്യണമായിരുന്നു. പക്ഷെ എന്നാലും അച്ഛൻ അമ്മ ആ ഒരു വാക്കിലേക്ക് അത്രയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലാണ് പെൺകുട്ടികൾ ആലോചിക്കുന്നത്. ഒരിക്കലും അവരല്ല ശത്രുക്കൾ എന്നാണ് ഞാനിത് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഡിസ്കഷൻ നടന്നത് അതിനകത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു. അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ അറിയാൻ ആഗ്രഹം. മറ്റൊന്ന് പറഞ്ഞാൽ സമാനമായി 2 ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഈ കാലിക്കട്ടും ഇന്ത്യയിലും അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചു? ഇതൊരു ഗവൺമെന്റ് സ്ഥാപനം, അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള സർക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുക? പിന്നെ മറ്റൊന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി ABVP, അവർ ഈ പറയുന്ന സദാചാര പോലീസിങ് അടക്കമുള്ള പല നമ്മുടെ ചുംബന സമരത്തോടൊക്കെ എടുത്തൊരു സമീപനം, അതിൽ അവരുടെ സമീപനം എന്താണെന്ന് അറിയാനും താല്പര്യം. ഒന്നാമത്തെ ചോദ്യം, ട്രാൻസ്പീക്ക് നടത്തിയത് ഞങ്ങൾ ട്രാൻസ്പീക്കിലൂടെ തന്നെ ഞങ്ങളുടെ കോളേജ് ഒരുപാട് അന്ന് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് സംസാരിക്കുകയായിരുന്നു, അവരുടെ അനുഭവങ്ങൾ പറയായിരുന്നു. അതിന് വലിയ തെളിച്ചാണ് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് കൊടുത്തത്. അന്ന് രാത്രിത്തെ DJ നൈറ്റിൽ ട്രാൻസ്ജെൻഡേഴ്സിലൂടെ ഡാൻസ് ചെയ്യും. അവർ വേറൊരു വർഗ്ഗം, അതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങളോട് പലരും പറഞ്ഞിരുന്നു, ഇവരെന്ന് പറയുന്ന ആൾക്കാരെ അവർക്ക് വലിയ മോശക്കാരാണ്, എന്തിനാണ് അത്തരത്തിൽ സംസാരിച്ചവര് പെട്ടെന്ന് തന്നെ അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോഴേക്കും തീർച്ചയായും അവരുടെ കാഴ്ചപ്പാട് മാറുകയും ചെയ്തു. മാത്രമല്ല ട്രാൻസ്ജെൻഡർ സർവേയിൽ കേരള ഗവൺമെന്റ് നടത്തിയ ട്രാൻസ്ജെൻഡർ സർവേയിൽ ഡിജിറ്റൈസേഷന് വ്യക്തമാവും ഒരുപാട് സഹായിച്ചത് 4000 പേപ്പറുകൾ
ചുരുക്കി കൊണ്ടുവന്ന് 7 മണി ആക്കിയെന്നാണ് അറിയാനുള്ളത്. അതിനും പുറമെ കോളേജിന്റെ ഉള്ളിൽ എക്സ്ട്രാ കരിക്കുലർ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം നടത്താൻ ഞങ്ങളുടെ കാലത്ത് അനുവാദം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് നടത്തുമായിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ. ഇപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള ഒരാളും വന്നിട്ട് ഒരു പ്രോഗ്രാംസ് നടത്താനുള്ള യാതൊരു പെർമിഷനും ഇല്ല. അപ്പൊ ഒരു ബാക്ക്വേർഡ് പിന്നോട്ടുള്ള ഒരു നടത്തം പോലെ തോന്നി. അപ്പോ ഈ സമയത്തിന്റെ കാര്യത്തില് പണ്ടത്തെ നിന്ന് ഇപ്പോൾ കുറഞ്ഞു വരികയാണോ അതെ അന്നേ അങ്ങനെയായിരുന്നോ എന്ന് അറിയാനൊരു തീർച്ചയായും ഞങ്ങൾക്ക് മുന്നേറ്റം തന്നെയാണ് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നത്. കാരണം ഹോസ്റ്റലേ ഉണ്ടായിരുന്നില്ല 75 പെൺകുട്ടികളെ ഉണ്ടായിരുന്നില്ല എഞ്ചിനീയർമാരെ. ഒരു കുറച്ച് വർഷമായിട്ടുള്ളൂ. ഗോമതി ടീച്ചറാണ് ആദ്യത്തെ സ്റ്റുഡന്റ്. ടീച്ചർക്ക് അവിടെ നേരിട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് പോലും ബോധമില്ലാത്ത ആൾക്കാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ടീച്ചറുടെ ഞങ്ങൾ പോയി സംസാരിച്ചാല് സ്ത്രീത്തിന് ഒരു വാക്ക് പറഞ്ഞ പിന്നെ ടീച്ചർ ചിലപ്പോൾ ഒന്ന് സംസാരിക്കാൻ തയ്യാറാകില്ല. എനിക്കൊന്ന് പറയാനില്ല. അത്രയും ഗവൺമെന്റ് ടീച്ചർ അതിനോട് ഒരു സമരം തന്നെയാണ് ചെയ്യണം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അന്നത്തെ ആ ഒരു പ്രതികരണങ്ങൾക്കെതിരെ. അത് കഴിഞ്ഞ് ഹോസ്റ്റലുണ്ടായി. അപ്പോഴും ഇതുപോലെ തന്നെ സമയമൊക്കെ 6 മണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 കൂടിയതായിട്ട് ഞങ്ങളുടെ അറിവുള്ളൂ. അതുപോലെ എണ്ണവും പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള എണ്ണം കൂടി. പിന്നെ പെൺകുട്ടികളുടെ എണ്ണവും എഞ്ചിനീയറിംഗ് ഫീൽഡ് കൂടി ആയതുകൊണ്ടാണ് കൂടി വന്നിട്ടേ ഉള്ളൂ. പോസിറ്റീവായ മാറ്റമാണ് തീർച്ചയായും. അടുത്ത ഒരു അവസാന ഫീഡ്ബാക്കോട് കൂടി ഐശ്വര്യമുള്ള ചോദ്യം നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം ഈ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനോടുള്ളൊരു മറുപടി എന്ന രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ഇത്തരം സമരങ്ങൾ പല സ്ഥലത്തും നടന്നുകൊണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടില്ല, എന്തുകൊണ്ട് കോടതി ഇടപെട്ടിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട്. കോടതി ഇടപെട്ടിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിലെ കൊച്ചി യൂണിവേഴ്സിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവര് സമരം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ പ്രിൻസിപ്പൾ ഞങ്ങളൊക്കെ വൈസ് ചാൻസലറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് ഒരു ഓർഡർ അനുസരിച്ച്, ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ച് ഈ ഓർഡറിന്റെ സബ്ജക്റ്റിൽ വളരെ കൃത്യമായിട്ട് സൈറ്റേഷൻ പറയുന്നത് ആസ് പെർ ദ റൂൾസ് ഓഫ് ദി ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വേർഡിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് കോളേജ് ക്യാമ്പസിനകത്ത് കുട്ടികളുടെ യൂണിയൻ പ്രവർത്തനങ്ങളടക്കം 6 മണിക്ക് നിർവഹിച്ചിട്ടുണ്ടാവും. 6 മണി കഴിഞ്ഞ കുട്ടികളുടെ സംഘടനാ ഓഫീസ് അടക്കം കൃത്യമായിട്ട് ഓർമ്മ. 2, കുട്ടികളുടെ ഏതെങ്കിലും പരിപാടിയുടെ ക്യാമ്പസിനകത്ത് നടക്കണം. ഇപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളാണ് ഒരു മ്യൂസിക് ഫംഗ്ഷൻ ക്യാമ്പസിനകത്ത് നടക്കുകയാണെങ്കിൽ ക്യാമ്പസിലെ കുട്ടികൾ മാത്രമേ പാട്ട് പാടാവൂ. പുറമേ നിന്ന് ഒരാളെയും പാടിക്കാൻ പാടില്ല. വേണമെങ്കിൽ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി കലാകാരന്മാരെ യേശുദാസിനടക്കമുള്ള ആളുകളെ ഇത് കേരളത്തിൽ ഒരു ക്യാമ്പസിനകത്ത് വിളിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഒരു മാസം മുമ്പ് ഹൈക്കോടതി ഉദ്ധരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിന് പിന്നെ ഈ ഹോസ്റ്റലുകളെല്ലാം, എല്ലാ ഹോസ്റ്റലുകളും ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള കാര്യത്തിൽ ഒഴിവുള്ള എല്ലാ ഹോസ്റ്റലുകളും ഏത് സമയത്ത് വേണമെങ്കിലും റെഡി ചെയ്യാനും കൃത്യമായിട്ട് അതിന് ടൈം വെക്കണമെന്നും പഞ്ചിങ് മെഷീൻ അടക്കം ഹോസ്റ്റലുകളിൽ വെക്കണമെന്നും കുട്ടികൾ അപ്പം പോകുമ്പോൾ വരുന്നത് വേണം എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ടുള്ള വളരെ നമുക്ക് ഇത്ര വായിച്ചു കഴിഞ്ഞാൽ ഇത്ര വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു ഓർഡർ എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന നമ്മളുടെ ആരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടാവുന്നു. അങ്ങനത്തെ ഒരു ഓർഡർ നമ്മുടെ ക്യാമ്പസിൽ ഒരു മാസം മുമ്പ് ഈ സമരത്തിനൊക്കെ ശേഷവും നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ള എങ്ങനെ കോടതി നമുക്കിതിന് ഉത്തരം തരും എങ്ങനെ. കാരണം ഇതിനൊക്കെ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ, ദൗർഭാഗ്യം എന്ന് പറയുന്നതിനൊക്കെ പറയുന്ന ഈ ഓർഡറിന് എല്ലാത്തിനും അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ തിരുവനന്തപുരത്ത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. ഈ ഒറ്റ ജസ്റ്റിഫിക്കേഷനെ പുറത്താണ് അതിൽ പിന്നെ ടെക്നിക്കൽ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടൊരു സെന്റൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ പ്യൂർലി ടെക്നിക്കലായിരിക്കും. എന്റെ ഒരു അറിവിൽ ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്ക് ടെക്നിക്കൽ ഫെസ്റ്റിവൽ വെച്ചാൽ സാറിന് വന്ന ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റാണ്. ഈ വർഷം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ടെക് ഫെസ്റ്റിനായിരുന്ന പ്രപ്പോസൽ ഞാനാണത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പ്രപ്പോസൽ നമുക്ക് എനിക്ക് വന്ന ഏറ്റവും വലിയ ക്രൈസിസ് അതിനകത്തുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസും മറ്റ് ക്രിയേറ്റീവ് ഇവന്റ്സ് എല്ലാം ഒഴിവാക്കേണ്ടത്. കാരണം ഈ പറയുന്ന പ്രിൻസിപ്പൾ, നിങ്ങളുടെ പ്രിൻസിപ്പൾ വൈസ് ചാൻസലറായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പ്രപ്പോസലിനകത്ത് ഈ സാറുകൾ ഞാനായിട്ട് കുട്ടികളോട് അവസാനം പറഞ്ഞു, നിങ്ങളതിന്റെ ടെക്നിക്കൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മ്യൂസിക് ഷോ നടത്തുന്നത് നിങ്ങളുടെ പേര് മാറ്റിയിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ പേരിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രപ്പോസൽ കൊടുത്തു. ടെക്നിക്കൽ പേരിട്ട് എന്ന പ്രപ്പോസൽ കൊടുത്തു. പക്ഷെ അത് ഹയർ ലെവലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷൻ വെക്കാൻ പറഞ്ഞു. പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡാൻസ് തന്നെ പറയേണ്ടി വരികയും ആ പരിപാടി കെട്ടുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്ര ഒരു വിദ്യാർത്ഥി വിരുദ്ധ ഭീകരമായ ഒരവസ്ഥയിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. അത് ഞങ്ങൾ പല IAS-കാരും വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്തിനാ ഇപ്പൊ സമയം എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് മന്ത്രിയാണെന്ന് പറഞ്ഞു ആലോചിക്കാം എന്ന് പറഞ്ഞു. മറ്റു ചില IAS-കാർ ഞങ്ങൾ സംസാരിച്ചപ്പോ മിക്കവരും ഞങ്ങളോട് പ്രസവിക്കാനേ പറഞ്ഞു. എന്ന് പ്രസവിച്ചാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അവർ പറയുന്നൊന്നും ഞങ്ങൾക്ക് പ്രസവിക്കാണ്ട് മനസ്സിലാവില്ല എന്ന്. ഇപ്പൊ പ്രസവിക്കാൻ അവസരം ചോദിക്കേണ്ടി വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ.
എഡ്യൂക്കേഷൻ ഇപ്പൊ ബി ശ്രീനിവാസ് IAS ആയിരുന്നു ഒരാളത്. പിന്നെ ഞങ്ങള് അത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞങ്ങൾക്ക് അവിടെ വന്നിരുന്നു. ആ മാമിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷെ മാം വളരെ പോസിറ്റീവായിട്ട് ജെൻഡർ ഈക്വാലിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് മക്കളെ നിങ്ങൾക്കൊരു പെൺമക്കൾ ഉണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 ആൺകുട്ടികളെ വെച്ചിട്ട് ഇവരെ എന്തൊക്കെ പറഞ്ഞാലും ഇവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നടക്കണം കേട്ടോ, ഇവരെ നന്നായി നോക്കിക്കൊള്ളണം അങ്ങനെയൊക്കെ അതാണ് വ്യക്തമായിട്ട് ഓർക്കുന്നത്. പക്ഷെ ഈ ബി ശ്രീനിവാസ് സാറിന്റെ അടുത്ത് നിന്നൊക്കെ ഒരു അരമണിക്കൂർ നീണ്ട സദാചാര ക്ലാസ്സുകളാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഒന്നും മിണ്ടാതെ എല്ലാം ഇങ്ങനെ 2 ചെവി ഉള്ളത് കൊണ്ടുള്ള ഉപകാരം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോ ഞങ്ങൾ തിരിച്ചു പറയാൻ പോലും പറ്റാത്ത അത്ര ആൾക്കാർ അവിടെ കൂടി നിന്നാണ് ഞങ്ങൾക്ക് സദാചാര ക്ലാസ്സുകൾ എടുത്തിരുന്നതും കൂടെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ക്ലാസ്സിന്റെ ഒരു ഗുണമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഞങ്ങൾ തലകുറിച്ചവരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. നന്ദി ഐശ്വര്യ.